ദിവ്യകാരുണ്യനാഥന്റെ കരം പിടിച്ച് യാത്രയാകുന്ന വൈദികർ. വിശുദ്ധ കുർബാനയുടെ ആർദ്രമായ ജീവിതാനുഭവങ്ങൾ. ഇത് ആലപ്പുഴ രൂപതാംഗവും ഇപ്പോൾ ചേർത്തലയ്ക്കടുത്ത് ഒള്ളേത്തൈ ഹോളി ഫാമിലി ചർച്ച് വികാരിയുമായ ഫാദർ ആന്റണി കട്ടിക്കാട്. ദിവ്യകാരുണ്യനാഥൻ ഹൃദയത്തിൽ ചേർത്തു പിടിക്കുന്ന അനുഭവങ്ങൾ ആന്റണി അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് ഫാദർ ആന്റണി കട്ടിക്കാട്. ഞാൻ ആലപ്പുഴ രൂപതയിലെ ഒരു വൈദികനാണ്. ഇത് എൻ്റെ വൈദിക പട്ടം സ്വീകരിച്ചതിൻ്റെ 25ാം വർഷമാണ്. എൻ്റെ സ്വദേശം കൊച്ചിക്കടുത്ത് മാനാശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. 1986 ഞാനൊരു വൈദികനാകാനായിട്ട് ആലപ്പുഴയ്ക്ക് പോകുന്നത്. ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച നാൾ മുതൽ എൻ്റെ ഇടവപ്പള്ളിയിൽ ഞാൻ അൾത്താര ബാലനായിട്ട് ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. അതാണ് എനിക്ക് വൈദികനാകാനായിട്ടുള്ള ആദ്യത്തെ പ്രചോദനം. ആ അൾത്താര ബാലനായിട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്ക് ലഭിക്കുന്നത്. പിന്നെ 86 ആലപ്പുഴ സെമിനാരിയിലെത്തി. അവിടുത്തെ പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ ആലുവ സെമിനാരിയിലാണ്, കർമ്മലഗിരി സെമിനാരിയിലാണ് എൻ്റെ ഫിലോസഫി പഠനം ഞാൻ അവിടെയാണ് നടത്തിയത്. ഞാനവിടെ ആലുവ സെമിനാരിയിൽ കർമ്മലഗിരി സെമിനാരി ചെല്ലുന്നപ്പോൾ ആ വർഷം അവിടെ അധ്യാപകനായിട്ട് ആ വർഷം എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട ക്രിസ്റ്റി എം അസ്ക്യുത് എന്ന് പറയുന്ന അച്ഛൻ, കോഴിക്കോട് രൂപതാംഗമാണ്. അച്ഛൻ എൻ്റെ ആനിമേറ്ററായിരുന്നു. അതിനേക്കാളുപരിയായിട്ട് അച്ഛൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രചോദനം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് അനുഭവത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ക്രിസ്റ്റി എം അസ്ക്യുത് എന്ന് പറയുന്ന അച്ഛൻ്റെ പേരാണ്. എൻ്റെ ആനിമേറ്ററായിരുന്നെങ്കിൽ തന്നെയും അച്ഛൻ്റെ ദിവ്യബലി അതാണ് എന്നെ ഒരുപാട് ഈ പൗരോഹിത്യത്തിൽ കൂടുതൽ ആഴത്തെ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത്. ക്രിസ്റ്റി എം അസ്ക്യുത് എന്ന് പറയുന്ന അച്ഛൻ്റെ കുർബാനകളായിരുന്നു. അച്ഛൻ്റെ ടേൺ അനുസരിച്ചുള്ള കുർബാനകളെ അവർക്ക് കിട്ടാറുള്ളൂ. അച്ഛൻ കുർബാന ചൊല്ലാൻ വന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു വല്ലാത്തൊരു പ്രസാദമായിരുന്നു, ഒരു വെളിച്ചമായിരുന്നു. കാരണം അച്ഛൻ കുർബാന അവിടെ അർപ്പിക്കുന്നതെന്ന് പറയുന്നത് എങ്ങനെ കർത്താവ് കാൽവരിയിൽ അർപ്പിച്ചു ആ കുർബാനയെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുർബാന ആ ശൈലിയായിരുന്നു. പ്രത്യേകിച്ച് കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ വരുമ്പോൾ അദ്ദേഹം ഹൃദയത്തിൽ നിന്ന്, അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന രീതിയിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. കർത്താവിൻ്റെ വേദനകൾ ഈ അപ്പം ഉയർത്തി കഴിയുമ്പോഴും ഉള്ള പ്രാർത്ഥനയിലൂടെയും അതുപോലെ തന്നെ പാനപാത്രം ഉയർത്തിയുള്ള പ്രാർത്ഥന അദ്ദേഹം ചൊല്ലുമ്പോൾ അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അത് ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് ജീവനുള്ള കർത്താവിനെയാണ് കർത്താവിൻ്റെ ബലിയിലൂടെ താൻ നൽകുന്നെന്നുള്ള ബോധ്യത്തിലൂടെ അദ്ദേഹം ആ കുർബാന അർപ്പിക്കുമായിരുന്നു. ശരിക്കും അത് വലിയൊരു പ്രചോദനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വൈദികനായാൽ അദ്ദേഹത്തെ പോലെ തീക്ഷ്ണതയോടുകൂടെ നമ്മുടെ കുർബാനയിൽ പങ്കുചേരുന്ന ജനങ്ങൾക്ക് ജീവനുള്ള കർത്താവിന് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം വരുന്നത് ഈ ദിവ്യബലിയിൽ പങ്ക് ചേർന്ന് തുടങ്ങിയപ്പോഴാണ്. അത് വലിയ പ്രചോദനമാവുകയും പിന്നീട് വൈദികനാവുമ്പോഴും നല്ലൊരു വൈദികൻ ഈ രീതിയിൽ വിശുദ്ധ കുർബാനയോട് സ്നേഹവും ആഭിമുഖ്യമുള്ളൊരു വൈദികനായിട്ട് മാറണമെന്നുള്ള ആഗ്രഹമാണ് എന്നെ പിന്നീട് മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത് ആലപ്പുഴ ബിഷപ്സ് ഹൗസിലെ പീറ്റർ എം ചേനമ്പറ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടാണ്. ആ കാലഘട്ടത്തിൽ പിതാവിൻ്റെ കൂടെ പോകുമ്പോൾ, പിതാവിനെ സഹായിക്കുമ്പോഴെല്ലാം, വിശുദ്ധ ബലിയിലെല്ലാം സഹായിക്കുമ്പോൾ ജീവനുള്ള കർത്താവിനെ കാണുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനായിട്ടുള്ളൊരു തീക്ഷ്ണമായ ആഗ്രഹവും അഭിലാഷവും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. അതുകൊണ്ട് തന്നെ പിതാവിനെ സഹായിക്കാൻ പോകുമ്പോൾ, പിതാവിൻ്റെ കൂടെ ചാപ്പലിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴുമെല്ലാം ആ ആത്മീയമായ നിറവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട്, കർത്താവിനെ യഥാർത്ഥത്തിൽ കാണുവാനായിട്ട് പ്രാർത്ഥനയോടെ എനിക്ക് സാധിക്കുന്നത് ഈ അനുഭവങ്ങളിലൂടെയാണ്. തീർച്ചയായിട്ടും അന്ന് ക്രിസ്ത്യച്ചൻ എനിക്ക് കാണിച്ചു തന്ന വലിയ മാതൃക, സെമിനാരിയിൽ വെച്ച് എങ്ങനെയാണ് ദിവ്യബലി അർപ്പിക്കണമെന്ന് അച്ഛൻ കാണിച്ചു തന്ന മാതൃകയാണ് ഇന്നും വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ തിരുവോസ്തി കയ്യിലെടുക്കുമ്പോൾ ഞാൻ എത്ര ബലഹീനനാണെന്നും ഞാനിതിന് യോഗ്യനല്ലെങ്കിൽ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ എത്രമാത്രം അനുഗ്രഹമുള്ളവനാണ്, ആ ജീവനുള്ള കർത്താവിനെയാണ് മറ്റുള്ളവർ മുറിച്ചു കൊടുക്കുന്നതെന്നുള്ള ആ ബോധ്യം പലപ്പോഴും അത് എൻ്റെ വിശുദ്ധ ബലിയിൽ അനുഭവിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് ഓരോ മനുഷ്യരിലേക്കും കർത്താവിനെ പകർന്നു നൽകാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്, വിശുദ്ധ ബലി ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു അനുഭവമായി മാറുന്നത് നമ്മുടെ പ്രകാരം ഈശോയെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്ന ഈശോയെ യഥാർത്ഥമായ ദിവ്യബലിയിൽ ഈശോയെ കാണാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഓരോ ബലിയിലൂടെ അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് ലഭിച്ചത് എൻ്റെ സെമിനാരി ജീവിതത്തിലെ
ബഹുമാനപ്പെട്ട ക്രിസ്റ്റി അച്ഛൻ അർപ്പിച്ച ബലിയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം അത് വലിയൊരു അനുഭവമായിട്ട് നിങ്ങൾക്ക് മാറട്ടെ. ഓരോ ബലിയിലും ജീവനുള്ള കർത്താവിനെയാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ഈശോ തന്നെയാണ് ജീവനോടെ മുറിച്ചു നൽകുന്ന ബോധ്യത്തോടു കൂടെ അത് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ദിവ്യകാരുണ്യ ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട 2 നല്ല അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് വികാരിയാകുന്നത് കൊച്ചിയിലെ മൂലങ്കുഴിയിലുള്ള ലൊറേറ്റോ ദേവാലയത്തിലാണ്. ഏതാണ്ട് 400ഓളം കുടുംബങ്ങളുള്ള ഒരു ഇടവകയാണ്. ആ ഇടവകയിലുള്ള ദേവാലയം എന്ന് പറയുന്നത് നമുക്ക് കുർബാന പോലും ചൊല്ലാനാവാത്ത രീതിയിൽ അത്ര നല്ലൊരു സാഹചര്യമായിരുന്നില്ല അതിൻ്റെ അൾത്താരയും പള്ളിയുടെ അകവുമെല്ലാം. ഇവിടെ ഞാൻ സേവനം ചെയ്യുമ്പോഴോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ദേവാലയമായ ഇമ്മാനുവൽ ചർച്ച്, തിരുമുഖ തീർത്ഥാടന കേന്ദ്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ പള്ളിയിലെല്ലാ വെള്ളിയാഴ്ചകളും ഞാൻ സഹായിക്കാൻ പോയിരുന്നു. ഒരുപാട് മനുഷ്യർ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന സ്ഥലമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നൊവേനയും ആരാധനയുണ്ട്. വെള്ളിയാഴ്ചകളിൽ ദിവ്യബലി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതുകൂടാതെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ദിവ്യകാരുണ്യ ആരാധന സമയത്ത് ആളുകളുടെ ഇടയിലേക്ക് ദിവ്യകാരുണ്യമായിട്ട് പോകുന്നൊരു സമയമുണ്ട്. ഈ സമയത്താണ് എൻ്റെ എല്ലാ സങ്കടങ്ങളും പ്രാർത്ഥനകളും ഞാൻ ഈശോയുടെ മുമ്പെല്ലാം സമർപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ലൊറേറ്റോ ദേവാലയം നവീകരിക്കുക എന്നുള്ളത്. അപ്പം അത് നവീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. സാധാ മനുഷ്യർ, സാധാരണ ജോലിക്കാർ അവിടെ നല്ലൊരു തുക കണ്ടെത്തിയ ദേവാലയം നവീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ ഈ ഇമ്മാനുവൽ ചർച്ചിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ആരാധന സമയത്ത് ആദ്യ വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ ദിവ്യകാരുണ്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട് ആരാധന സമാപനത്തിൽ. പ്രത്യേകിച്ച് നെൽസൺ ജോബച്ചനാണ് ആരാധന നയിച്ചിരുന്നത്. ഈ ദിവ്യകാരുണ്യമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ അവരുടെ സ്തുതിപ്പും അവരുടെ സങ്കടങ്ങൾ പറഞ്ഞുള്ള കരച്ചിൽ, ആ സമയത്ത് നമ്മുടെ ശരീരം പോലും കോരിത്തരിക്കുന്ന രീതിയിൽ ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ശരീരം വിറക്കുന്ന രീതിയിലുള്ള അനുഭവമാണ് ആ സമയത്ത് തന്നിരുന്നത്. കാരണം ഈ ജനങ്ങളുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നെന്നുള്ളൊരു വലിയ പ്രചോദനം ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്താണ് എൻ്റെ ദേവാലയം നിർമ്മിക്കാനായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ പണി ആരംഭിച്ചു. കല്ലിട്ട് ഒരു മെയ് മാസത്ത് കല്ലിട്ടു. പിറ്റേ വർഷം അത് സെപ്റ്റംബർ മാസത്തിൽ ഏതാണ്ട് 16 മാസത്തോളം എടുത്തു അത് തീർക്കാനായിട്ട്. വളരെ വേഗത്തിൽ ഈ ജനങ്ങളുടെ പണം കൊണ്ട്, അവരുടെ മാത്രം സഹായം കൊണ്ട് ഒരിക്കലും ദേവാലയം തീരുമായിരുന്നില്ല. മറ്റു പലരെയൊക്കെ സമീപിച്ച് വളരെ എളുപ്പത്തിൽ മനോഹരമായൊരു ദേവാലയം, എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മനോഹരമായ ദേവാലയത്തെ അവിടെ പടുത്തുയർത്താനായിട്ട് ദിവ്യകാരുണ്യ ഈശോ എനിക്ക് അങ്ങനെ ഒരു കാര്യം സാധിക്കാനായിട്ട് ഈശോയിൽ എനിക്ക് സാധിച്ചു. അത് ശരിക്കും ദിവ്യകാരുണ്യത്തിന് മുമ്പിലുള്ള എൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയാണ് എന്നെ അതിന് യോഗ്യനാക്കി തീർത്തത്. പിന്നെ രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ആലപ്പുഴയിലെ ചാത്തനാട് ഇടവകയിലാണ് പിന്നീട് സേവനം ചെയ്യുന്നത്. ചാത്തനാട് പള്ളിയുടെ കീഴിൽ തത്തമ്പള്ളിയിലെ വേളാങ്കണ്ണി മാതാവിൻ്റെ നാമധേയത്തിലൊരു ദേവാലയമുണ്ട്. ദേവാലയം എന്ന് പറയാനായിട്ട് പറ്റിയല്ല, ഒരു വീട് ദേവാലയമായിട്ട് അത് രൂപപ്പെടുത്തിയെടുത്തതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ബുധനാഴ്ചകളിൽ ഒരുപാട് മനുഷ്യർ വന്ന് പ്രാർത്ഥിക്കുന്ന, നൊവേനയിലും ദിവ്യബലിയിലും പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു. ഈ ദേവാലയത്തിൽ ആദ്യകാലങ്ങളിൽ ദിവ്യബലിയും നൊവേനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ അവിടെ ആരാധന ആരംഭിച്ചു കഴിഞ്ഞ് അപ്പോഴാണ് അവിടെ ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ കുർബാനയ്ക്കും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വരുന്നവർക്ക് ഒരുമിച്ച് പങ്കുചേരാൻ പറ്റാത്തൊരു ദേവാലയം അവിടെ ഇല്ലായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയുകൊണ്ടാണ് അവിടെ ദേവാലയം നിർമ്മിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2010 ഡിസംബറോടുകൂടി അവിടെ കല്ലിട്ടു എങ്കിലും പക്ഷേ പണി ആരംഭിച്ചില്ല. കാരണം പണി
തുടങ്ങാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള കുടുംബങ്ങളൊക്കെ അതിനെതിരായിട്ട് കേസ് കൊടുത്തു, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ അച്ഛന്മാരുടെ ധ്യാനത്തിൽ പങ്കുചേരാനായിട്ട് പോയി. അവിടെ ചെന്ന് ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് ദിവ്യകാരുണ്യനാഥനോട് കൂടുതൽ സ്നേഹം എനിക്കുണ്ടാവാൻ തുടങ്ങിയത്. അവിടുത്തെ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ ഇടവപ്പള്ളിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഞാൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അവിടെ ഇരുന്ന് ഈശോയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയെ, ഇത് എനിക്ക് അസാധ്യമായ കാര്യമാണ്. കാരണം 100-ൽ താഴെ കുടുംബങ്ങളുള്ള ഒരു ചെറിയ കൂട്ടായ്മയാണ്. ഇടവപ്പള്ളിയിൽ നിന്ന് ഒരുപക്ഷെ സഹായിക്കുമായിരിക്കും. പക്ഷേ അവിടെ ഒരു ദേവാലയം, മനോഹരമായ ദേവാലയം പണിതുയർത്തി എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്നൊരു കാര്യമായിരുന്നില്ല. പക്ഷേ അങ്ങയുടെ മുൻപിൽ, ഈശോയുടെ മുമ്പിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച് 3 വർഷത്തും കൊണ്ട് ആ ദേവാലയം പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ശരിക്കും വലിയൊരു അത്ഭുതമാണ്. ഈശോയുടെ വലിയ ഇടപെടൽ, തീർച്ചയായിട്ടും വേളാങ്കണ്ണി മാതാവിൻ്റെ വലിയ സാന്നിധ്യം അവിടെ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചൊരു സമയം കൂടിയായിരുന്നു ആ ദേവാലയ നിർമ്മാണം. അതുകൊണ്ട് ഈ 2 അനുഭവങ്ങൾ, ഈ 2 ദേവാലയ നിർമ്മാണ സമയത്ത് എനിക്കുണ്ടായിരുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത്രയേറെ വലുതാണ്. കാരണം അസാധ്യമായ കാര്യങ്ങളെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സാധ്യമാക്കി തന്നു. അപ്പം അത് ദേവാലയ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ സങ്കടത്തിൻ്റെ ഏതൊക്കെ നിമിഷങ്ങൾ വന്നോ അപ്പോഴെല്ലാം ഞാൻ ഈശോയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ നമ്മൾ സ്നേഹത്തോടെ കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് നമ്മളെ കൈവിടാനായിട്ട് സാധിക്കുകയില്ല. അത് വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ അനുഭവം ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യകാരുണ്യ ഈശോ തന്നെ സ്നേഹിക്കുന്നവർക്ക് സഹനങ്ങൾ നൽകുമെന്നുള്ളത് എനിക്ക് പലപ്പോഴും പുസ്തകത്തിൽ നിന്നുള്ളൊരു അറിവായിരുന്നു. 2019 ജൂൺ 17-ാം തീയതിയാണ് ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന കൊല്ലത്തെ തിരുക്കുടുംബ ദേവാലയത്തിൽ വികാരിയായിട്ട് ഞാൻ ചാർജ് എടുക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൗസപിതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു ഇടവ കൂടിയാണ്. യൗസപിതാവിൻ്റെ ശക്തമായ അത്ഭുതങ്ങളും അടയാളം നടക്കുന്നൊരു ദേവാലയം കൂടിയാണ് ഈ പള്ളിയത്തെ ഇടവക. ഞാൻ 2019 സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. രാത്രിയിൽ ശ്വാസം മുട്ടുക, 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിരിക്കുക, കുറേ കഴിയുമ്പോൾ അത് കുറേ മാറി പിന്നീട് ഉറങ്ങാൻ കിടക്കുകയായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ അധികം താമസിയാതെ തന്നെ ലൂർദ് ആശുപത്രിയിൽ പൾമനോളജിയിൽ ഈ രോഗവിവരം പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഒരാഴ്ചത്തേക്ക് ഒരു മെഷീൻ വെച്ചിട്ട് അത് പരിശോധിക്കാൻ പറഞ്ഞു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അച്ഛന് ഉറക്കത്തിൽ മണിക്കൂറിൽ 10 പ്രാവശ്യമെങ്കിലും അച്ഛൻ്റെ ശ്വാസം കട്ടായി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് ഈ മെഷീൻ ഇനി അച്ഛൻ ജീവിതത്തിൽ ഇനി തുടർന്നായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ അച്ഛന് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ശരിക്കും അത് ഒരു ഇടിവെട്ടേറ്റ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ഇനിയുള്ള ജീവിതത്തിൽ രാത്രിയിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ള ഒരവസ്ഥ, അത് ശരിക്കും അത് ഹൃദയഭേദകമായിരുന്നു. അത് ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ ഈ ദേവാലയത്തിൽ വന്നതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ രാവിലെ 6 മണി, ഇവിടെ 7 മണിക്കായിരുന്നു ദിവ്യബലി, ഞാൻ 6 മണിക്ക് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ രോഗം മാറ്റാനല്ല, എനിക്കിപ്പോൾ വന്നു ഭവിച്ചിരിക്കുന്ന ഈ രോഗത്തെ ഉൾക്കൊള്ളുവാനും അതിനെ അതിജീവിക്കാനാവുന്ന രീതിയിൽ എൻ്റെ മനസ്സിനെ ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ എല്ലാ ദിവസവും ഉള്ള ഈ ദിവ്യകാരുണ്യനാഥനെ എഴുന്നേൽപ്പിച്ച് വെച്ചുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും 1 മണിക്കൂറോളം ദേവാലയത്തിൽ ഞാൻ വന്ന കാലം മുതൽ ആരംഭിച്ചതാണ്. ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് കുർബാന സമയം 6:30 ആക്കിയതുകൊണ്ട് നമുക്ക് അരമണിക്കൂറായിട്ട് അത് വെട്ടിച്ചൊരുക്കേണ്ടി വന്നു. എങ്കിലും എല്ലാ ദിവസവും അരമണിക്കൂർ ഈശോയുടെ മുമ്പിൽ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ടുള്ള അനുഗ്രഹം ഈശോ എനിക്ക് നൽകുന്നുണ്ട്. ഈ രോഗത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ മനസ്സ് ഒരുപാട് വേദനിച്ചെങ്കിലും പിന്നീട് ഈശോയുടെ മുമ്പിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ വന്ന്
പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഈ രോഗം അത് എൻ്റെ ഇടവകയ്ക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈശോ എന്നെ രോഗിയാക്കിയെന്നാണ് ഞാനത് എൻ്റെ പ്രാർത്ഥനാനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. ഞാനിവിടെ ഈശോയുടെ മുമ്പിൽ, ദിവികാരൻ്റെ ഈശോയുടെ മുമ്പിൽ വന്നിരുന്ന് എല്ലാ ദിവസവും അരമണിക്കൂർ ഈ ഇടവകയ്ക്ക് വേണ്ടിയും ഇടവകയിലെ ഓരോ കുടുംബത്തിന് വേണ്ടിയും ആരൊക്കെ എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരെല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നത് ഇവിടെ ദിവ്യകാരുണ്യ ആരാധന സമയത്തും ഇവിടെ ദിവ്യബലിയിലുമാണ്. അപ്പോൾ അത് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ള അവരുടെ മറുപടികൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ ബുധനാഴ്ചകളിൽ യൗസപിതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നവർക്ക് നമ്മുടെ ഇവിടെ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധന സമയത്താണ് ഒരുപാട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പിന്നീടുള്ള ആഴ്ചകൾ നമ്മൾ നൊവേനയിൽ അവരുടെ അപേക്ഷകളും കൃതജ്ഞതാ കത്തുകളും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കർത്താവ് നൽകിയിട്ടുള്ള ഈ വേദന, ഈ രോഗം, അത് ഞാൻ മാറ്റണമെന്ന് ഇപ്പോൾ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. പക്ഷേ നിനക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് നീ എനിക്ക് ശക്തി നൽകണമെന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. ഇത് ഒരു പക്ഷേ ജീവിതാവസാനം വരെ ഈ മെഷീൻ വെച്ച്, അതിൻ്റെ പേര് CPAP എന്നാണ് മെഷീൻ്റെ പേര്, രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ അത് വെച്ചാൽ മാത്രമേ ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു 1 മണി 2 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ മെഷീൻ വെക്കാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ശ്വാസം പിന്നെ എടുക്കാനാവാത്ത രീതിയിൽ പിന്നീട് എഴുന്നേറ്റ് നിന്ന് ശ്വാസം വലിക്കുന്നൊരവസ്ഥ എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ ഈ രോഗമുള്ളപ്പോഴും ഞാൻ ഒരിക്കലും സങ്കടപ്പെടാറില്ല. കാരണം ഈ രോഗമുള്ളപ്പോഴും എനിക്ക് സഹനങ്ങളുള്ളപ്പോഴും ഒരിക്കലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരിക്കലും എനിക്ക് മുടക്കം വരുന്നില്ല. ദിവ്യബലിയാണെങ്കിലും എൻ്റെ ഇടവക സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും മറ്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ രൂപതയിൽ തന്നെ പ്രായമായ അച്ഛന്മാരുടെ ഉത്തരവാദിത്വം കാത്തുകൊണ്ടുപോകുന്നതിൽ ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ അവരെ പോയി കാണുവാനും അവരെ ശുശ്രൂഷിക്കുവാനും എനിക്ക് സാധിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഈ രോഗങ്ങൾ അത് ഈശോ നന്നാണെന്നുള്ള ബോധ്യത്തോടു കൂടി ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ബലമാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഈശോയുടെ മുമ്പിൽ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് മാറാത്ത ഒരു സങ്കടം നമ്മുടെ ജീവിതത്തിലില്ല. ഇത് കഴിഞ്ഞ 25 വർഷമായിട്ട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ചില രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും, പക്ഷേ ഒരുപക്ഷെ നമ്മൾ വിഷമിച്ചൊക്കെ ഇരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രോഗം എടുത്ത് മാറ്റിയില്ലെങ്കിലും അതിനെല്ലാം അതിജീവിക്കാനായിട്ടുള്ള കൃപ, കരുത്ത് ദിവ്യകാരുണ്യ ഈശോ നമുക്ക് നൽകും. അത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള വേദനകൾ, സങ്കടങ്ങൾ, ഒരുപക്ഷെ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അതെല്ലാം ഉത്തരം ലഭിക്കുന്ന ഏക സ്ഥലം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നിടത്തോളം നമ്മളെല്ലാവരും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരണം, അപ്രകാരം വന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഈശോയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം അതിജീവിക്കാനായിട്ടുള്ള കൃപ, കരുത്ത് ഈശോ നമുക്ക് നൽകും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള വലിയ സാക്ഷ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഭവമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് മുമ്പിൽ, ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെയും ഈശോ കൈവിടുകയില്ല എന്ന് ഒരു വ്യക്തിപരമായ അനുഭവമാണ്. അത് നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ, നിത്യമാം ജീവന്റെ മാർഗമാകാൻ, എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി. സ്വർഗീയ ജീവൻ പകർന്നു നൽകാൻ,
നിത്യമാം ജീവന്റെ മാർഗമാകാൻ എന്നും ആരാധ്യനായി വാഴുമീശോ ഈ തിരുവോസ്തിയിൽ വാസമായി